ദിശേ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് ദുബായിലുള്ളതാ കൂടുതലും എന്നുവെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കീശയിലുണ്ടാവും, പക്ഷെ വണ്ടി എടുക്കാൻ പേടി. റൗണ്ട് ബോട്ടിലെക്കാണോ വിറച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റൂല. കുറെ ആൾക്കാർ ചില ജോലി സ്ഥലത്തിനൊക്കെ ലൈസൻസ് ഉണ്ടെന്ന് പറയേയില്ല. കാരണം അഥവാ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബോസ് പറയുന്ന ഒരു കാര്യം ചെയ്യും, അവർക്ക് ചിലപ്പോൾ പ്രൊമോഷനിലും കിട്ടും, പക്ഷെ വണ്ടി എടുക്കാനുള്ള പേടി കാണാൻ പറയില്ല. അങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എനിക്കറിയാം. പിന്നെ കുറെ ആൾക്കാർ ഇതേപോലെ നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. നാട്ടിലുണ്ട് എന്റെ കുറെ ഫ്രണ്ട്സ്. കൂടുതൽ എനിക്കൊന്ന് ലേഡീസ് ആയിരിക്കും ഈ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ച് വണ്ടി എടുക്കൂല. അല്ല, അതിനുശേഷമുള്ള കോൺഫിഡൻസ് അങ്ങ് പോവാ. അങ്ങനെ കുറെ ആൾക്കാർക്ക് നമുക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പൊ ദിശക്കും ലൈസൻസ് ഉണ്ട്. അപ്പൊ ദിശേന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഒന്ന് പറഞ്ഞത്, മറ്റുള്ളവർ ആർക്കെങ്കിലും അതൊരു ഒരു മോട്ടിവേഷൻ ആവുമെങ്കിൽ ആവട്ടെ. സത്യത്തിൽ ഞാൻ 2009 ലൈസൻസ് എടുത്ത ആളാണ്. എന്നുവെച്ചാൽ ലൈസൻസ് ടെസ്റ്റ് പാസ്സായിട്ട് അടുത്ത ആഴ്ച കല്യാണം, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ലൈസൻസ് എടുത്തത്. ഞാൻ പറഞ്ഞു ലൈസൻസ് ഉണ്ടെങ്കിൽ ഞാൻ കിട്ടുള്ളൂ. ആ സമയത്ത് ഇത്ര അടുപ്പിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യം എന്താ? അത് എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ നിന്ന് വന്നപാട് നമുക്ക് ഗ്യാപ്പില്ലല്ലോ, നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ വേണ്ടേ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് അവര് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ സമയത്താണ് പഠിച്ചത്. അപ്പൊ ടെസ്റ്റിന് പോകാൻ ടൈമില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഉടനെ തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് ടൈമില്ല. അപ്പൊ ആ ഒരു സമയത്താണ് പറ്റിയിട്ടുള്ളൂ. പെട്ടെന്ന് തീരെ ടൈം വേസ്റ്റ് ചെയ്യില്ല. അപ്പൊ എല്ലാരും കല്യാണത്തിന്റെ സമയത്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചെടുക്കാൻ പഠിക്കായിരുന്നു എന്റെ പണി. ഒരു വെയിലത്ത് ആ സമയത്ത് അത് ആ ഒരു ഉണക്കം എനിക്ക് ഉണ്ടായിരുന്നു കല്യാണ സമയത്ത്. ഓക്കെ, എന്നിട്ട് അപ്പോ അത്രയും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ ലൈസൻസ്. എന്നിട്ടും ടെസ്റ്റ് പാസ്സായി, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ, പിന്നെ ഡ്രൈവ് ചെയ്യാൻ തീരെ സമയം ഇല്ല, കുറെ കാലത്ത് കഴിച്ചില്ല. പിന്നെ ഗൾഫിൽ പോയി. ആ ഒരു സ്റ്റക്ക് ആവലാണ് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലൈസൻസ് എടുക്കും, പക്ഷെ അതിന് ശേഷമുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, വണ്ടി എടുത്ത് പെട്ടെന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, നിർബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർ ആ ഫ്ലോയിലേക്ക് പോകുന്നത്. പല ആൾക്കാർ പിന്നെ അവിടെ ഒരു സ്റ്റക്ക് ആകുമ്പോൾ അതങ്ങ് നിന്ന് പോകുന്നതാണ് അല്ലേ? അല്ല, അപ്പം ദിശ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ദിശന്റെ വീട്ടിൽ കാർ ഉണ്ടായിരുന്നില്ലേ? കാറുണ്ടായിരുന്നു. ഓക്കെ, കാറുണ്ടായിരുന്നു. ഞാൻ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടും കുറെ കാലം എന്നുവെച്ചാൽ നമ്മൾ ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കത് ലെവലാവണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ കാറുണ്ട്, പക്ഷെ എൻ്റെ ആവശ്യത്തിന് ഞാൻ എന്ത് ചെയ്യും, ഓട്ടോയിൽ പോവും, നടന്നു പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ കാലം. പിന്നെ അനിയനുണ്ടെങ്കിലും അവനെ നമ്മൾ ആവശ്യത്തിന് കിട്ടില്ലല്ലോ, അവർ ഓരോ വേറെ തിരക്കില്ലല്ലേ. അപ്പൊ ഞാൻ ഈ കാറിന്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ വാഷിങ്ങും അതിന്റെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അനിയന് ഈ കാർ അവന്റെ ആവശ്യത്തിന് കാർ എടുത്ത് പോവും, ചെളിയാക്കി തിരിച്ചുകൊണ്ട് നിൽക്കും, വാഷ് ചെയ്യുന്നതൊക്കെ ഞാൻ. കഴുകല് മാത്രം. എനിക്ക് കാർ എടുക്കാം, പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് ലെവലാവാത്തോണ്ട് എടുക്കാൻ പേടിയാണ്. ലൈസൻസ് കിട്ടി, പക്ഷെ നമുക്കത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് റോഡിൽ ഒറ്റയ്ക്ക് എടുത്ത് പോകാനുള്ള കോൺഫിഡൻസ് ആയിട്ടില്ല. അപ്പോൾ എന്റെ കൂടെ വന്ന് ഒന്ന് സ്റ്റഡിയാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാരും ഇല്ല വീട്ടില്. അനിയൻ ബാംഗ്ലൂരിലൊക്കെയാണ്, അപ്പൊ അവനും എന്റെ കൂടെ വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നീണ്ടു പോയി. അപ്പൊ ഈ കാറ് വാഷ് ചെയ്യുമ്പോ ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇത്രയൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടും എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോ അങ്ങനെ ഇരിക്കും. പിന്നെ ഗൾഫ് പോയി, പിന്നെ കുറെ നാള് ഒരു 3-4 വർഷം ഗ്യാപ്പ്. പക്ഷെ ലൈസൻസ് ഇല്ലല്ലോ അവിടുത്തെ. അപ്പൊ ലൈസൻസ് ഇല്ല, വെറുതെ നമ്മള് വീട്ടിന് മുമ്പിൽ ഗ്രൗണ്ടിലേക്ക്, അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ അത് ഈസി ആയിട്ട് എടുക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് ആഗ്രഹമാണ് വണ്ടി ലെവലായേ പറ്റുള്ളൂ, എന്റെ കാര്യത്തിന് എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പൊ അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യാതെ പോകണം. പക്ഷെ അത് എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം, എനിക്ക് പറ്റില്ല, എനിക്ക് അത് ടെൻഷനാവും, ഞാൻ വിറക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ സുമേഷ് ചേട്ടനോട് എപ്പോഴും പറയും എനിക്ക് ഡ്രൈവ് ചെയ്യണം. പക്ഷെ എന്തോ കുറെ വർഷങ്ങൾ എനിക്ക് നടന്നില്ല. പിന്നെ കുട്ടികൾ ഡെലിവറി അങ്ങനെയൊക്കെ ആയിട്ട് നടന്നില്ല. പിന്നെ എപ്പോഴാണ് പിന്നെ ഡ്രൈവിംഗ് ചെയ്ത് ആ ഒരു സക്സസ്ഫുള്ളിലേക്ക് എത്തിയപ്പോഴാണ്? അത് എന്റെ സെക്കൻഡ് ഡെലിവറി ആ ഒരു സമയത്ത് കുറച്ച് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്ട് നിൽക്കുന്ന കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോ സുമേഷ് ഏട്ടൻ ഉണ്ട്, സുനിയാ ഡ്രൈവിംഗില് പുലിയാന്ന് പറയാ. പുലിയെന്നല്ല, മുപ്പർക്ക് ഭയങ്കര ക്ഷമയാണ്. എന്റെ ഏട്ടൻ മുപ്പർ നിങ്ങൾക്കറിയാം, നമ്മളെ വീഡിയോസിലും കാണുന്നുണ്ടോ സുനിൽ. അപ്പൊ മുപ്പർ എന്ന് വെച്ചാല് ഒരു വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കും. അക്കാര്യത്തിൽ മുപ്പർ ഒരു പുലി തന്നെയാണ്. ആദ്യമൊന്നും അങ്ങനെ റോഡിലൊന്നും പോയില്ല, സൈഡിലൊക്കെ ഗ്രൗണ്ടിലൂടെ അങ്ങനെ. പിന്നെ നെക്സ്റ്റ് ചെറിയ അധികം തിരക്കില്ലാത്ത റോഡുകളിലൊക്കെ പോയി, പിന്നെ ടൗണിൽ പോയി, അങ്ങനെ എല്ലാം എൻ്റെ കൂടെ സുനിയേട്ടൻ വരും. അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഡ്രൈവിംഗ് ലെവലായി. അത് ഡ്രൈവിംഗ് ലെവലായ ഉടനെ തന്നെ എനിക്ക് എപ്പോഴും പുറത്ത് പോകേണ്ട ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നാമത് സുമേഷ് ചേട്ടൻ നാട്ടിലില്ല, പിന്നെ കുട്ടികളുടെ കാര്യം, കുട്ടികളെ സ്കൂളിൽ വിടാൻ, പിന്നെ നമ്മളെ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും, ആ സമയത്ത് വീട് പണി നടക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ആവശ്യങ്ങൾക്കും, അങ്ങനെ ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം പുറത്ത് പോകണം. മനഃപൂർവ്വം പോകുന്നതാണോ? അല്ല, അത് എനിക്ക് അങ്ങനെ ആവശ്യം. അപ്പൊ ഞാൻ വിചാരിക്കും
ഈശ്വര എനിക്ക് ഡ്രൈവിംഗ് ലെവൽ ആയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ഈ ഓരോ കാര്യത്തിൽ. അപ്പൊ ഈ സമയത്ത് തന്നെ സുനിയേട്ടനോട് താങ്ക്സ് പറഞ്ഞേക്ക്. അതെ സുനിയേട്ടന് വളരെ നന്ദിയുണ്ട്. ചിലപ്പോൾ സുനിയേട്ടന് അങ്ങനെ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഞാൻ ഡ്രൈവിംഗ് ലെവലായിട്ടുണ്ട്. അല്ല എന്നെയും പണ്ട് കാലത്ത് കുറെ ഒക്കെ സുനിയനാണ് ട്രെയിൻ ചെയ്തത്. പക്ഷെ പിന്നെ ലെവലാകുന്ന സമയത്ത് നമ്മൾ അന്ന് വണ്ടി ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ വേറെ ആൾക്കാരുടെ വണ്ടി ഞാൻ എടുക്കാറില്ല. എനിക്ക് ഭയങ്കര പേടിയുമാണ് മടിയുമാണ്. കാരണം നമ്മൾ കാരണം അതിപ്പോൾ ബൈക്കാണെങ്കിലും ഞാനെല്ലാം കുറച്ച് വൈകിട്ടാണ്. എൻ്റെ എല്ലാ അടുത്ത സുഹൃത്തുക്കൾ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ ബൈക്ക് ലെവലായിട്ടില്ല. മീൻസ് കുറച്ച് ഗ്യാപ്പ് വന്നു, കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ടാണ് നമ്മൾ ബൈക്കും അതുപോലെ തന്നെ കാറിൽ ലെവലായത്. കാരണം നമ്മൾ വേറെ ആളെ വണ്ടി എടുക്കുമ്പോൾ ഒരു വിഷമം. അത് ഇപ്പോഴും ഞാൻ വേറെ ആളെ വണ്ടി യൂസ് ചെയ്യാറില്ല. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്കൊരു സുഖം തോന്നാറില്ല. കാരണം വെച്ചാൽ എത്ര ഡ്രൈവിംഗ് ഞാൻ ലെവലായി കഴിഞ്ഞാൽ വേറെ ആളെ വണ്ടി എടുക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് സമാധാനം പറയാ എന്നുള്ളൊരു വിഷമം അല്ലേ. ഓക്കെ, എന്നിട്ട് അങ്ങനെ പിന്നെ വണ്ടി ഓരോ ആവശ്യത്തിന് ചെറിയ ചെറിയ യാത്രകളെല്ലാം പോയി ഓരോ ദിവസം തന്നെ. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് കാസർഗോഡ് ഒറ്റയ്ക്ക് പോകണം എന്നുള്ളത്. അത് എനിക്ക് നടക്കാത്തൊരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആഗ്രഹിച്ചു കാസർഗോഡേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. അങ്ങനെ ഒരു ദിവസം അപ്പോൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത സമയത്ത് പോവാം. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് പുറപ്പെടും. അപ്പോൾ 6 മണിക്ക് പുറപ്പെട്ടാൽ ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ അധികം ബ്ലോക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ പോയി ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും നോക്കണ്ട, അങ്ങനെ ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് പോയി, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് എത്തി. അപ്പം എൻ്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്ത് തിരക്കുള്ള സമയത്ത് തന്നെ പോകാന്ന് വിചാരിച്ചു. അതും നമ്മൾ അറിയണമല്ലോ. അങ്ങനെ പോയി, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാൻ കുട്ടികളുടെ കൂടെ ഞാനും കുട്ടികളും മാത്രമായിട്ട് അങ്ങനെ പോയി. പിന്നെ അമ്മ വന്നു, അങ്ങനെ കുറേ ദുബായ് എന്ന് പറയുന്നു. എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ കാസർഗോഡ് പോയിട്ടുള്ളത് പറയുമ്പോൾ പിള്ളേരെല്ലാം കൂട്ടിയിരിക്കുന്നത് ഒറ്റക്ക് വന്നിട്ടു, ഒറ്റക്ക് 3 പിള്ളേരെ വണ്ടിയിലിട്ട് പോയെന്ന് വളരെ ഇതായി ചോദിക്കാറുണ്ട് എന്നോട്. ഓക്കെ, എന്നിട്ട് അങ്ങനെ പോയി. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് ചെയ്യണമെന്നായിരുന്നു. നൈറ്റ് ഡ്രൈവ്. അപ്പോൾ നൈറ്റ് ഡ്രൈവ് എന്ന് പറയാം, അമ്മ പറയാ അങ്ങനെയൊന്നും പോകണ്ടെന്ന് പറഞ്ഞ അമ്മ കുറെ നിരുത്സാഹപ്പെടുത്തും. അപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, നല്ല സമയത്ത് പോവാലോ. പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ ഇത്ര പ്രാവശ്യം പോയില്ലേ, പിന്നെ ആ സമയത്ത് ഒന്ന് പോകണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ഞാൻ സുമേഷ് ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പോയാലോ കുഴപ്പമുണ്ടോന്ന്. അപ്പൊ സുമേഷ് ചേട്ടൻ നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അമ്മ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതൊന്നും സാരിയില്ല, സുമേഷ് ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ പിന്നെ അമ്മ ഒന്നും പറയില്ല. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഡ്രൈവ് ചെയ്തു. രാത്രി 1 മണിയൊക്കെ ഇവിടെ എത്തുമ്പോൾ കാസർഗോഡ് നിന്ന്. അത് കൂടുതൽ ആൾക്കാരും ഞാൻ ധൈര്യമായിട്ട് പോരി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം. കാരണം വെച്ചാൽ കൂടുതൽ ആൾക്കാരും പ്രശ്നം വെച്ചാൽ ആ ഒരു സപ്പോർട്ട്, ജസ്റ്റ് ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ്, മീൻസ് കഴിവുള്ള ആളാണ്. പക്ഷെ അവരെ നമ്മൾ എന്താ വെച്ചാൽ അവർക്ക് ഈ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വളരെ സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു. നമ്മൾക്ക് ഈ ആണും പെണ്ണും തമ്മിൽ എന്ന വ്യത്യാസം ആണിനെ പോലെ തന്നെയാണ് എല്ലാ കഴിവുകളും പെണ്ണിനുണ്ട്, പെണ്ണിനെ പോലെ തന്നെയാണ് ആണുങ്ങൾ അല്ലേ, മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ ആ ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഓക്കെ. പിന്നെ ഇപ്പം ലെവലായ ഒറ്റൊരു ഇത് എനിക്കൊന്നും ആ വാക്ക് മാത്രം, അതെ എനിക്ക് ആ ഒരു സപ്പോർട്ട് മാത്രം മതി. നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നില്ല. നീ ചെയ്തോ, നിനക്ക് പറ്റും എന്നുള്ളൊരു വാക്ക് മാത്രം മതി. അല്ല ഞാനിത് പറയുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ വീഡിയോ ആക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഒരുപാട് ഫാമിലിയിൽ ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടുള്ള ഒരു വാക്കിന്റെ പ്രശ്നം കാരണം ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ആണുങ്ങളാണെങ്കിൽ ശരി, പെണ്ണുങ്ങളാണെങ്കിൽ ശരി, അല്ലേ? അങ്ങനെ ഇപ്പൊ എനിക്ക് വണ്ടി എടുത്ത് എവിടെയും പോവാ എന്നുള്ളൊരു ധൈര്യമായി. അപ്പൊ അന്നൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആൾട്ടോ ആയിരുന്നു നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. അതും അത്രക്ക് വലിയൊരു കണ്ടീഷൻ വണ്ടിയൊന്നും അല്ല. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ രാത്രി പകലൊന്നുമില്ലാതെ യാത്ര ചെയ്തത്. കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി ആയിരുന്നില്ല അന്ന്. അപ്പോൾ എന്നിട്ടും ആ വണ്ടിയിൽ തന്നെ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ മീൻസ് ഭാര്യ വണ്ടി ഓടിച്ചു പോയി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അപ്പം ഭർത്താവിനെ വിളിച്ച് പറയും, ഹലോ എന്റെ വണ്ടി തട്ടിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു നീ എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്, നീ എന്തെന്നാണേ പറഞ്ഞു ഫുള്ള് തെറി പറയും. എല്ലാ തന്നെ എനിക്ക് കണ്ണ് കാണൂലേ, ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അങ്ങോട്ട് എടുക്കാൻ പാടുണ്ടോ, ഫുള്ള് തെറി പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ കേസ് ഭാര്യമാർക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മാത്രമുള്ള ആളൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ, ഞാൻ എന്നാലും പറയാം. നമ്മുടെ ഭാര്യ അല്ലെ ആരാണെങ്കിലും ഇതുപോലെ ഡ്രൈവിംഗിൽ വീക്കായിട്ടുള്ള റെഡി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം പോസിറ്റീവായിട്ട്, ഓക്കെ നിനക്കെന്തെങ്കിലും പറ്റിയെന്നോ അല്ലെ, ആൾക്കൊന്നും പറ്റിയില്ലെന്ന് നമ്മൾ ഓക്കെയാണ്, വണ്ടി നമുക്ക് നന്നാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു ധൈര്യം കൂടി ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കാസർഗോഡ് ഒറ്റ പോയി കുത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ധൈര്യമാണ് കൊടുക്കേണ്ടത്. സാർ നിനക്കൊന്നും പറ്റിയില്ല, അതിൽ തന്നെ ഇവർ കോൺഫിഡന്റ് ആവും. അത് എന്റെ അച്ഛൻ ആദ്യം വണ്ടി വാങ്ങിയ സമയത്ത് അച്ഛൻ പറയും,
നീ ധൈര്യമായിട്ട് എടുത്തു, എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല, ഞാൻ റിപ്പയർ ഇത് നന്നാക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. അച്ഛൻ ആദ്യമേ പറയായിരുന്നു. എന്നിട്ടും എനിക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ഡ്രൈവിംഗ് എവിടെയെങ്കിലും പോയ ഒരാൾ ഇടിച്ചു കഴിഞ്ഞാൽ അപ്പം പറയാം എവിടെ നോക്കിയിട്ട് ഓടിക്കുന്നത് എന്തെന്നാ കളിക്കുന്നത് എൻ്റെ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ട ഫസ്റ്റ് ഡയലോഗ് എന്ന് വെച്ചാൽ നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലോ, വണ്ടീൻ്റെ കുഴപ്പമാക്കണ്ട, അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്യാം, ബാക്കിയുള്ള പൈസ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ വലിയൊരു പ്രശ്നം. അപ്പോൾ ആ ഒരു സംസാരത്തിൽ തന്നെ, ആ ഒരു ചോദ്യത്തിൽ തന്നെ ഈ ഇടിച്ച ആള് ഹാപ്പി ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വണ്ടി എടുക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ പറയുന്ന ആൾക്കാർ, ഇങ്ങനെ അധികാരത്തോടെ പറയാനുള്ള ആൾക്കാർ ഇതുപോലെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും മുന്നോട്ടേക്കാണ് വരിക, പിന്നോട്ടേക്ക് പോകില്ല. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞ് അവരെ വല്ലാതെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു വണ്ടി എടുക്കില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ ദിശ? പിന്നെ അങ്ങനെ നമ്മൾ കുറെ കാലത്തിന് ശേഷം, ഞാൻ നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം, ഞങ്ങൾ ആ ആൾട്ടോ കാർ മാറ്റിയിട്ട് വേറെ വലിയൊരു കാർ മേടിച്ചു. അല്ലേ, വലിയൊരു കാർ മീൻസ് നമ്മൾ 7 സീറ്റർ ഒരു വണ്ടി മേടിച്ചു. അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ ആ ചെറിയ വണ്ടിയിൽ നിന്ന് വലിയ വണ്ടിയിലേക്കുള്ള മാറ്റം എങ്ങനെയുണ്ടായിരുന്നു ദിശ? അത് ആൾട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീങ്ങുന്ന പോലെ എനിക്ക് അത്രക്കും അപ്പോ വലിയ വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ സുമേഷ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കലാണ് വണ്ടിയാണ്. അല്ല, ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ വേറൊരു കാര്യം പറയാം. നമ്മൾ ചെറിയ വണ്ടിയാണെങ്കിലും ഈ ആൾട്ടോ ആണെങ്കിലും ഈ ഇതാണെങ്കിലും ഈ 7 സീറ്റ് ആണ്, രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ബോഡീൻ്റെ ആ ഒരു കൺട്രോൾ മാത്രമേ നമുക്കുണ്ട്, ബാക്കി എല്ലാം സെയിം ആണ്. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ അത് വലിയ വണ്ടിയായി ഫീൽ ചെയ്യെങ്കിലും നമ്മൾ ഉള്ളിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന കേസാണ്. പക്ഷെ ആ 10 മിനിറ്റ് ഇരുന്ന് കോൺഫിഡൻസോടെ എടുക്കാനുള്ള ധൈര്യം പലർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ദിശ, അത് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഞാനും അതുപോലുള്ള ഒരാളാണല്ലോ, എനിക്കും അങ്ങനെ അതേ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ദിശയോട് ധൈര്യത്തോട് കൂടി ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ദിശ സൂപ്പറായിട്ട് വണ്ടി വന്ന പാടിന് അന്ന് തന്നെ ഞാൻ ദിശനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പേടി ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ചിന്ത വരുന്നതിന് മുമ്പേ തന്നെ വണ്ടി എടുത്തിട്ട് ഓടിപ്പിച്ചു. അല്ലേ, നമ്മളന്ന് വണ്ടി എടുത്തിട്ട് ഷോറൂമിൽ വന്ന സമയത്ത് തന്നെ പിറ്റേന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ദിശ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ദിശ വണ്ടി എടുത്തിട്ട് ഏത് ഭൂലോകത്ത് വേണേൽ പോകൂലേ. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി പോയിട്ടുള്ള ഒരു എറണാകുളത്തേക്ക് ദിശയാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വടകര മുതൽ എറണാകുളം ലുലു മാൾ വരെ ദിശയാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം, നമുക്ക് ഒന്നുമില്ല, നമ്മുടെ മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഡ്രൈവ് ചെയ്യുന്ന അവിടുന്ന് ഡ്രൈവ് ചെയ്യുന്ന കണക്ക് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കുറേ പണി കുറഞ്ഞു. ഞാൻ ആകെ മര്യാദയ്ക്ക് ചെയ്യുന്ന ഡ്രൈവിംഗ് ആയിരുന്നു ഇവരെ പോകുമ്പോൾ. ഇപ്പം അതും കൂടെ അവളെ ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഫ്രീ ആയി. ഓക്കെ, എന്തായാലും അതും സ്വന്തമായി ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. സ്വന്തം ഭർത്താവിനെ അപ്പുറത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു നയിച്ച് കൊണ്ടുപോകും. കോൺഫിഡൻസിന്റെ ഭാഗമാണ് ഒരു ഫാമിലിനെ, ഭർത്താവിനെ മാത്രം, ഭർത്താവിനെ മക്കളെല്ലാം കൂട്ടിയിട്ട് നീ ലീഡ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മളും കൂടെ വരുമ്പോൾ അല്ലേ അതൊരു സുഖമില്ലേ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും കൂടെ തള്ളി മറച്ചുകൊടുത്തത്. പക്ഷെ ഇതൊക്കെ തള്ളുന്നത് എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല. പല ഫാമിലികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ഞാൻ ചെയ്യുന്ന ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ അവരൊന്നുകൂടെ ഡെവലപ്പ് ആവും എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ ജീവിതത്തിലുള്ള ചില നുറുങ്ങുന്ന സാധനങ്ങൾ നിങ്ങളിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെങ്കിൽ മാത്രമേ അത് കാരണം ഏത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഇവനെന്ത് കുറയ്ക്കുക പറയുന്നത് നോക്കട്ടെ പറഞ്ഞ് ചില നടക്കൂല. ഈ സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണോ അത് തന്നെയാണ്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. പിന്നെ നമ്മൾ വനിതാ ദിനത്തിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര റീച്ച് ആയിരുന്നു. അതെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാളെ മുതൽ ഞാനും ഡ്രൈവിംഗ് പഠിക്കും അങ്ങനെ ഒക്കെ പറഞ്ഞു, ഓരോരുത്തർ എനിക്കിത് മോട്ടിവേഷനായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ പേര് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു കണ്ടന്റ്. കാരണം വെച്ചാൽ എന്ത് കാര്യത്തിനും ഒരു ഭാര്യ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സ്ക്രിപ്റ്റിൽ. അതെനിക്ക് വന്നത് 2 ദിവസം കൊണ്ടായിരുന്നു നല്ലൊരു റീച്ച് പോയില്ലേ, അതായത് 1 മില്യൻ്റെ അടുത്ത് എത്തിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പം ആ ഒരു സംഭവമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അതെല്ലാം വിറ്റ് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞൂടാ, നീന്താൻ അറിഞ്ഞൂടാ, ഡ്രൈവിങ്ങിന് അറിഞ്ഞൂടാ, അതിപ്പോൾ ലെവലായി. ഇനിയിപ്പോൾ പറയുന്നത് നീന്തണമ്മ, നീന്തൽ പഠിക്കണം എന്നല്ലേ. അപ്പം അടുത്ത വർഷത്തെ നമ്മൾ മഴക്കാലത്തിന് വേണ്ടി മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോകനാർക്കാവിലെ ചെറിയ പോയിട്ട് നീന്തൽ പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്ര വൈകിയത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചത്. സുനിയേട്ടനെ നീന്തൽ പഠിപ്പിക്കാൻ അറിയാവോ ചോദിച്ചു നോക്കണം. അല്ല, ക്ഷമയുള്ള ഒരു ഇതെല്ലാം പഠിപ്പിക്കാൻ പറ്റും. അത് പഠിപ്പിക്കുന്നവർക്ക് അത്യാവശ്യം ക്ഷമ വേണം. പിന്നെ ഓക്കെ, നമുക്ക് പഠിക്കാന്നാല് ഇനിയിപ്പം നമുക്ക് ഇതേപോലെ ഈ നീന്തൽ പഠിച്ച കഥയും പറയാലോ. ഞാനാണ് കണ്ടന്റിന് വേണ്ടി വിഷയദാരിദ്ര്യം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നാണ് പലരും പറയുന്നത്. ഞാനിതുവരെ പറഞ്ഞിട്ടില്ല, എനിക്കിത് തോന്നിയിട്ടില്ല. അപ്പൊ നമുക്ക് നീന്തൽ പഠിക്കുന്നതും നമുക്കൊരു കണ്ടന്റ് ആക്കാം. എന്ത് പറയുന്നത്? അപ്പൊ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വീഡിയോയിൽ വരാം. അപ്പൊ നമുക്ക് അടുത്ത വർഷം നീന്തൽ പഠിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. സൈക്കിൾ നമുക്ക് പിന്നെ സൈക്കിള് തൽക്കാലം വലിയ താല്പര്യമില്ല. അല്ല, പിന്നെ സ്കൂട്ടി പഠിച്ച കാര്യം പറഞ്ഞില്ല. സ്കൂട്ടി ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സ്കൂട്ടി ഇതേപോലത്തെ കണ്ടീഷൻ ഉണ്ടാ, ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വണ്ടി പിന്നീട് എടുത്തിട്ടില്ല. അത് സംഭവം എന്ന് പറഞ്ഞാല് കാറാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അപ്പോ അത് മാറി സ്കൂട്ടി ആക്കാൻ ഒരു മടി അത്ര തന്നെ. എന്റെ ചെലവൊന്ന് കുറച്ചിരുന്നു. കാസർഗോഡ് ഈ വണ്ടി എടുത്ത് പോയി എനിക്ക് ഭയങ്കര ചെലവാ.
ഡ്രൈവിംഗ് പഠിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സ്കൂട്ടി ആകുമ്പോൾ നമുക്ക് ടൗണിലെല്ലാം പോയി വരുന്ന സ്കൂട്ടിയാണ് ഈസി. അപ്പോൾ സ്കൂട്ടി അത് ലെവലാക്കണം പെട്ടെന്ന്. അത് ലെവലാക്കി പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നീട് അത് കറക്റ്റ് ഫോളോ ചെയ്യാത്ത പ്രശ്നം കാരണമാണ്. ഇനിയിപ്പോ അത് അടുത്ത എന്താ യജ്ഞം അതാണ്. അതെ അതെ. അപ്പൊ സ്കൂട്ടി, സൈക്കിള്, നീന്തല്, സൈക്കിള് വേണ്ട, സൈക്കിള് അതെല്ലാം പഠിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈക്കിള് വേണ്ടാന്ന് പറയുമ്പോ ഇനിയിപ്പോ അത് പറയും സൈക്കിളിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. സൈക്കിൾ നല്ലത് തന്നെയാണ്, നമുക്ക് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ സൈക്കിളാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് എന്തോ പേടിയാണ്. നമ്മൾ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഫിസിക്കലി എക്സസൈസ് അല്ലല്ലോ ഇപ്പോൾ. അപ്പം സൈക്കിള് ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട, പണി കൂടുതലാവും. അപ്പൊ നമുക്ക് വീണ്ടും കാണും വരെ വണക്കം.